ഹലോ, വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പൂമരത്തിൽ കണ്ടോ നിറയെ പൂവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ തെച്ചിപ്പൂവും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടോ, പൂവ് നല്ല ഭംഗിയല്ലേ തെച്ചിപ്പൂവ് കാണാനായിട്ട്. വിളക്ക് വെച്ചു കേട്ടോ. അടിച്ച് തീയൊക്കെ ഇട്ടു കേട്ടോ. ഞാൻ ഈ കാറ്റുകാലമായ കാരണം കുറേ കരിയിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കത്തിച്ചു. ഇന്ന് ഗൗതമിന് ക്രിസ്മസ് സെലിബ്രേഷനാണ് കേട്ടോ. അപ്പോൾ അവന് പോകാൻ നിൽക്കുകയാണ്. അവൻ ഒരുങ്ങാണ്. അവൻ എണീച്ചിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറ്റാം കേട്ടോ. അപ്പോൾ അവന് ഞാൻ ദോശയും ചമ്മന്തിപ്പൊടിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവൻ വന്നിട്ട് കഴിക്കും. ഹലോ ഗൗതം, ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നെന്താ സ്കൂളിൽ എന്താ പരിപാടി? ക്രിസ്മസ് സെലിബ്രേഷൻ. അതെ, ഇന്ന് ക്ലോസ് ചെയ്യൂലേ സ്കൂള്? അമ്മ അതേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിച്ചോട്ടാ. ഇന്ന് ഹാഫ് ഡേ അല്ലേ ഉള്ളൂ. അരി അടുപ്പത്തിട്ടു കേട്ടോ. അപ്പോൾ പ്രിയട്ടന് ചോറ് കൊണ്ടുവരാറായി. അപ്പോൾ അവനെ കൊണ്ട് അവിടെ കൊണ്ടാക്കണം. ബസ് ഒരു 7:40 ആകുമ്പോൾ വരും കേട്ടോ. അപ്പോൾ ഞാൻ കൊണ്ടാക്കട്ടെ കേട്ടോ. ഇന്ന് ക്രിസ്മസ് കേക്ക് കിട്ടും. അപ്പോൾ സ്നാക്സ് ബോക്സ് വെച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അവൻ. അവിടെയാണ് കേട്ടോ വരിക. ഞാൻ ഗൗതമിനെ കൊണ്ടാക്കി വന്നു കഴിഞ്ഞാൽ നടക്കൂട്ടോ. കിതപ്പ് വരുന്നു. നല്ലതല്ലേ, രാവിലെ എണീറ്റിട്ട് നടക്കാമെന്ന് പറഞ്ഞാൽ നല്ലതാണ്. ഇന്ന് ചോറിന് പരിപ്പ് മുരിങ്ങക്കായും തക്കാളി കേട്ടോ, കൂവക്കറി. പിന്നെ കൂർക്കപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കൊണ്ടാട്ടമുളക് വറുത്തിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ ദോശ ഉണ്ടാക്കുന്നുണ്ട്. പ്രേണ്ടന് കഴിക്കുന്നുണ്ട്. ഇനി പ്രേണ്ടനെ ലഞ്ചാക്കട്ടെ. ചോറ്, പിന്നെ കൊണ്ടാട്ടമുളക് വറുത്തു. ഇനി കറി വെക്കണം, ഉപ്പേരി വെക്കണം. ഉപ്പേരി വെക്കുന്നതിൻ്റെ വീഡിയോ ഡിലീറ്റ് ആയി പോയിട്ടോ. വേദു എണീറ്റൂട്ടാ. ഹായ് വേദു. ഗുഡ് മോർണിംഗ് പഞ്ഞമ്മയുടെ. ഗുഡ് മോർണിംഗ് വേദു. വേദു മേലൊക്കെ കഴുകിയിട്ടാ. അവന് മുടിയൊക്കെ ചീവി കൊടുക്കുകയാണ്. ഇന്ന് മേലെ വെച്ചിട്ടുള്ള അവന് ചെറിയൊരു ചുമയൊക്കെ ഉണ്ട്. പനി ഉണ്ടായിരുന്നു. പനിയൊക്കെ മാറിയില്ല വേദു? അപ്പോൾ ചുമ ഉണ്ടോ? മാറൂട്ടോ കണ്ണ. കിട്ടിയ അമ്മച്ചൊരു ഉമ്മന്നെ വരൂ. ഞങ്ങള് ഭക്ഷണം കഴിക്കണ്ട. പ്രേട്ടൻ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. ഏത് ടാറ്റ പറയണില്ലേ? പോകുമ്പോഴാ പറയാ? അതാ കണ്ടു ഇതേ അച്ഛമ്മ. അച്ഛമ്മ അതേ മോനെ നോക്കി നിൽക്കട്ടോ.
ബായ് പറഞ്ഞ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണിയിടാണ്ട്. അപ്പം ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് നീറ്റാക്കിയിട്ടു കേട്ടോ. അപ്പോൾ ഇത്രയും കേട്ടോ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.